Assalamualaikum. Welcome to Shainusdotcom. ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഗാർഡനിങ്ങിലുള്ള കുറച്ച് ഐഡിയാസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിലുള്ള ഒരു ഗാർഡൻ ഐഡിയാസുമായിട്ടാണ്. ഒന്ന് നമുക്ക് പുറത്ത് ഗാർഡനിൽ വെക്കാനും ഒന്ന് നമുക്ക് ഇൻഡോറിൽ വെക്കാനും പറ്റിയ രീതിയിൽ രണ്ട് തരത്തിൽ നമ്മൾ ചെടി അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആദ്യം ഞാനിവിടെ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു വുഡൻ ഫിനിഷുള്ളൊരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇവിടെ ബാക്കി വന്നിരുന്ന പെയിൻ്റാണ്. പൈപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. 2 ഇഞ്ചിൻ്റെ ഒരു സാധാ PVC പൈപ്പാണ് ഇത്. ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ചെടി വെക്കുകയാണ്. അപ്പോൾ അത് ഞാനൊരു ഇതുപോലുള്ള പാത്രത്തിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്താണ് ഫിക്സ് ചെയ്യുന്നത്. കാരണം നമ്മളിത് മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്കതൊരു സ്ഥലത്തു നിന്ന് എപ്പോഴെങ്കിലും അത് മാറ്റണം തോന്നുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ചട്ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലോ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇതവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ചുറ്റിലും മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ PVC പൈപ്പിനകത്തോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചാണകവും മണ്ണും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കോക്കോപീറ്റും ചേർന്ന മിക്സാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. PVC പൈപ്പിനകത്ത് ഇനി ഒരു ചെടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു നന്ദ്യാർവട്ടം ഈ ചെടിയാണ് അതിനകത്തോട്ട് വെക്കുന്നത്. ഈ ചെടി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു മരം പോലെ പടർന്ന് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെടി ഞാൻ ഇതിനകത്തോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൂ പിടിക്കുകയും ചെയ്യും ഈ മരത്തിൽ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഗാർഡന് ഭംഗി കൂട്ടുന്ന ഒരു ഐഡിയ ആണ് ഇത്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഒരു കപ്പിനകത്ത് ചെടി വെക്കുന്നത് കൂടെ ഞാൻ ഇതിലൂടെ ഈ വീഡിയോയിൽ കാണിക്കാം. ഇത് നമുക്ക് വീടിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കപ്പ് എടുത്ത് അതിന് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇത് ഡ്രില്ലർ വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ആ പോട്ടി മിക്സ് ഇതിനകത്തും നിറച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ അരീലിയത്തിൻ്റെ പോലെയുള്ള ഒരു ചെടിയാണിത്. ഇത് വേര് പിടിച്ച ചെടിയാണ്. ഞാൻ പുറത്ത് വെച്ച് പിടിപ്പിച്ചതായിരുന്നു. അപ്പോൾ ആ ചെടി നമ്മൾ ഇതിൻ്റെ കപ്പിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചതിന് ശേഷം മണ്ണ് കൂന പോലെ വെച്ച് കൊടുക്കണം. ഒരു കുന്ന് പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾക്ക് ഒരു മോസ് വെച്ച് പിടിപ്പിക്കാം. ഈ ചുറ്റിലുള്ള മണ്ണ് മുഴുവൻ മോസ് വെച്ച് കവർ ചെയ്യാം. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും ഇഷ്ടംപോലെ മോസ് കാണാൻ കഴിയും. മതിലായാലും മുറ്റത്തായാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് നല്ല പച്ച പിടിച്ചിരിക്കുന്ന മോസ് പറിച്ചെടുത്തിട്ട് ഈ മണ്ണ് മൊത്തം നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് പോലെ നമുക്കത് കിട്ടും. അപ്പോൾ നമുക്കത് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഷെൽഫിനകത്തോ ഒക്കെ വെച്ച് വെക്കാം. ഇടയ്ക്ക് വെയിൽ കൊള്ളിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ മോസ് ഉണങ്ങാതിരിക്കാൻ വേണ്ടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞങ്ങൾ മുമ്പ് ചെയ്ത ഒരു മിനിയേച്ചർ ലാൻഡ്സ്കേപ്പാണിത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.